ബണ്ണി എഴുന്നേക്ക്. എന്താ കാര്യം? എനിക്ക് വിശക്കുന്നു. അത് കിച്ചണിൽ പോയി നോക്ക്. എന്നോട് എന്തിനാ ചോദിക്കുന്നത്? ഈ കാര്യം ഞാൻ മറന്നല്ലോ. ഇല്ല. എന്താടാ ഇതൊക്കെ? കബോർഡിൽ നിന്ന് എന്തെടുക്കായിരുന്നു? ആഹാരങ്ങളൊക്കെ മാഞ്ഞു പോവാ. ഇവൻ തീർച്ചയായും കള്ളം പറയുന്നതാണ്. അല്ല, ഞാൻ പറഞ്ഞത് സത്യമാണ്. ആഹാര സാധനങ്ങൾ മാഞ്ഞു പോവാണ്. എന്ത്? വാ പോയി നോക്കാം. കഴുതേ, അങ്ങോട്ട് നോക്ക്. ആഹാര സാധനങ്ങൾ അങ്ങനെ തന്നെ ഉണ്ട്. ഇന്നെന്തായാലും കാര്യം കുശാലായി. നാളെ വരാം. ഈ ചുണ്ടലിയെ ഞാൻ വെറുതെ വിടില്ല. വാടാ. ഇവനെ ഒരു പാഠം പഠിപ്പിക്കേണ്ട സമയമായിരിക്കുന്നു. ഇവന് വേണ്ടി എന്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട്. ഈ ജോർദാർ എങ്ങോട്ടാ പോയത്? കൂട്ടുകാരെ, ഇങ്ങോട്ട് നോക്കൂ. ഇതിനെ പല സ്ഥലങ്ങളിലായി വയ്ക്കുന്നു. അവന് നമ്മൾ പിടിക്കുന്നു. ഇതിവിടെ, ഇതിവിടെ, പിന്നെ ഇതിവിടെ. ഇവിടെയും വെക്കാം. പിന്നെ ഇവിടെ. ഇനി വേറെ എവിടെ വെക്കേണ്ടത്? നോക്കട്ടെ. ഇവിടെ. ഇതോടെ ആ എലിയുടെ പണി തീരും. സംശയമുണ്ടോ? അല്ല, എന്താ കരുതിയിരിക്കുന്നേ? എപ്പോ നോക്കിയാലും ഇങ്ങനെ തന്നെ ചെയ്തോണ്ടിരിക്കുന്നേ. പിടിച്ചു, നമ്മൾ എലിയെ പിടിച്ചു. കൊച്ചലിയെ നോക്ക്, എലി കിറ്റിയുടെ വേഷിട്ട് വന്നിരിക്കുകയാണ്. കഴുതേ, ഇത് കിറ്റിയാടാ. ടിഫിൻ ഇന്ന് പുട്ടുണ്ടാക്കി, ഹണി കിറ്റിയെ എലിയാക്കി. അടികൈ അടിച്ചു പൊളിച്ചു തിമിർത്തു. കിട്ടി ഇവിടെ കിടന്ന് നിലവിളിക്കുന്നു. ആ സമയത്ത് അദ്ദേഹം കവിത പറയുന്നു. ഹണി, ആ ട്രാപ്പ് എടുത്ത് മാറ്റ്. സോറി കിട്ടി. ഹണി, ഈ ട്രാപ്പ് എലിക്ക് വേണ്ടി വെച്ചതാണ്. പള്ളിയിൽ അടിച്ചു മണി, കിറ്റിക്ക് കിട്ടി നെട്ടിന്റെ പണി. അടികൈ. ഇപ്പൊ സന്തോഷായോ സർ? അങ്ങേക്ക് സന്തോഷിക്കാൻ വേണ്ടി ഞാൻ ഇന്ന് മുഴുവൻ ഇങ്ങനെ കൈയടിച്ചോണ്ടേയിരിക്കാം. ഓഹോ, സോറി. എന്തു പറ്റി? ഒരു കാര്യമില്ലാതെ കിറ്റി എന്നെ ഉപദ്രവിച്ചു. പക്ഷെ കിറ്റി നീയാണല്ലോ. നീ എന്തിനാ നിന്നെ തന്നെ ഉപദ്രവിച്ചത്? ലോകത്ത് എന്റെ പേര് മാത്രമല്ലടാ കിറ്റി. റോഡ് മുഴുവൻ ഇപ്പോൾ കട്ടറാണ്. ബാലുവിന്റെ കാറ്റിന്റെ പേരും കിറ്റി എന്നാണ്. അടികൈ. വേണ്ട വേണ്ട, കൈയടിക്കണ്ട. ഞാൻ പോവാണേ, അല്ലെങ്കിൽ ചിലപ്പോ ഇവരെല്ലാരും കൂടി എനിക്കിട്ട് തന്നെ താങ്ങും. എന്താ സംഭവിച്ചത്? കൊക്കോ കളി തുടങ്ങാൻ പോവാണ്. പക്ഷെ കിറ്റി എന്റെ ടീമിൽ ഉൾപ്പെടുത്തിയില്ല. എങ്കിൽ പിന്നെ ടൂർണമെന്റില് നീ നിന്റേതായിട്ടുള്ള ഒരു ടീം ഉണ്ടാക്ക. പക്ഷെ ഞാൻ എങ്ങനെ ഒരു ടീം ഉണ്ടാക്കുന്നത്? നമുക്ക് ഒരുമിച്ചുണ്ടാക്കാം. സത്യാണോ? നിന്റെ അടുത്ത് ടീമുണ്ടോ? അത് പേടിക്കേണ്ട ആവശ്യമില്ല. എത്ര പ്ലെയറാ വേണ്ടത്? 11. അത് ക്രിക്കറ്റ് കളിയിലാ. കൊക്കോയിൽ 9 പേരാ കളിക്കുന്നത്. അപ്പൊ പിന്നെ ബാക്കിയുള്ളവർ എന്താ ചെയ്യാ? എടാ കഴുതേ, 9 പേരെ കളിക്കുള്ളൂ. വൈകിട്ട് ഗ്രൗണ്ടിൽ 2 ടീമിനുള്ള ആൾ കൊണ്ടുവരാം. അതിൽ നിന്നും നീ ഒരു ടീമിനെ സെലക്ട് ചെയ്താൽ മതി. ഹണി, ബഡി, ജോർദാർ, കിട്ടി, മൂസ, തോത്താറാം, കർത്ത, സണ്ണി. ഇതിപ്പോ 8 പേരെ ആയുള്ളൂ. സംശയമുണ്ടോ? എടാ കഴുതേ, നീ നിന്നെ കൂട്ടിയില്ല. മറന്നതല്ല, ഞാൻ കളിക്കാൻ പോകുന്നില്ല. എനിക്ക് നിലത്തിലൂടെ വേഗത്തിൽ ഓടാൻ കഴിയില്ല. സംശയമുണ്ടോ? എങ്ങനെ ടീം പൂർത്തിയാക്കാൻ കഴിയാ? നിൽക്കു മക്കളെ.
വാ മക്കളെ, വീട്ടിൽ വന്ന് എന്തെങ്കിലും കഴിക്കേ. നിൽക്കാനാ പറഞ്ഞത്. ഇതാ കിട്ടിപ്പോയി അടുത്ത പ്ലെയർ. അത് ശരിയാ. കോക്കോ കളിക്കാൻ വരുന്നോ? ഇല്ല, എന്നെ കണ്ടില്ലെങ്കിൽ എന്റെ ഹസ്ബൻഡ് വല്ലാതെ പരിഭ്രമിക്കും. എന്റെ ഹസ്ബൻഡ് ബോക്സറാണ്. പേടിക്കാനൊന്നുമില്ല, ഇത് കൊക്കോ എന്നുള്ള കളിയാണ്. കളിക്കുന്നോ? എന്റെ കുട്ടികളെ ഇപ്പൊ ആര് നോക്കും? പോപ്പട്ട്. ആര്? ഞാനോ? എടാ, ഇതൊരു സാധാരണ പണിയല്ലേ? നമ്മളെ ടീമിന് വേണ്ടിട്ട് ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും. സംശയമുണ്ടോ? എന്റെ കുട്ടികളെ നന്നായിട്ട് നോക്കിക്കോണേ. വരൂ കുട്ടികളെ, പോപ്പട്ടങ്ങൾ നിങ്ങൾക്ക് കഥകൾ പറഞ്ഞു തരാം. ടീം എന്തായാലും ഫോം ആയി കഴിഞ്ഞു. നമുക്ക് പ്രാക്ടീസ് തുടങ്ങാം. നാളെ മാച്ചാണ്. ഷമീർക്ക് ദുബൈയിൽ നിന്ന് മടങ്ങുകയാണ്. കോക്കോ മാച്ച് ഇതാ തുടങ്ങുകയാണ്. അടികൈ. ലോകത്തിലെ എല്ലാ ലൂസേഴ്സിനെ വിളിച്ചുകൊണ്ട് അവളൊരു ടീം ഫോം ചെയ്തിരിക്കുക. ഈ ലൂസേഴ്സിനെ വെച്ച് തന്നെ നിന്റെ അഹങ്കാരം ഞാൻ തീർക്കും. പാലിൽ മോരൊഴിച്ചാൽ കിട്ടും നല്ല തൈര്. ഇവിടെ തുടങ്ങാൻ പോകുന്നു നല്ലൊരു പോര്. അടികൈ. ഔട്ട്. Go. Wow, you are so handsome. ഓ, താങ്ക് യു. എടാ, കളിയിൽ ശ്രദ്ധിക്കേ. ജയിച്ചവരെല്ലാം ലോകം നമിക്കുന്നു. കിറ്റിയുടെ ടീം നന്നായിട്ട് കളിക്കുന്നു. അടികൈ. എടി എന്റെ പൊന്നു മോളെ, നീ ഔട്ട് തന്നെയാ. പിടിച്ചോ. ഇനി അടുത്ത് നിങ്ങൾ പോ, വേഗം പോ. ഔട്ട്. ഇനി കളി എന്താണെന്ന് ഞാൻ കാണിച്ചു കൊടുക്കാം. കോഴിക്കൂട്ടിൽ കുറുക്കൻ നോക്കുകയാണ്. കിറ്റി എല്ലാരെയും ഒരു വഴിയാക്കുകയാണ്. അടികൈ. മാസം കഴിഞ്ഞാൽ കീറിക്കളയണം കലണ്ടർ. ഇനിയാണ് നമ്മൾ കാണാൻ പോകുന്നത് കളിയുടെ വണ്ടർ. അടികൈ. ഈ കളി തീർച്ചയായിട്ടും നമുക്ക് ജയിക്കാൻ കഴിയും. എന്നാൽ നിങ്ങൾ നന്നായിട്ട് ഡിഫൈൻ ചെയ്ത് കളിക്കണം. നമ്മളെ ജയിക്കൂ. ഇത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ നോമിനേറ്റ് ആണ്. ഇങ്ങനെ കളിക്കണമെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. എല്ലാവരും ആത്മാർത്ഥമായിട്ട് കളിക്കണം. അങ്ങനെ കളിച്ചാൽ നമ്മൾ ജയിക്കും. ആദ്യം കർത്ത, തോത്താറാം, പിന്നെ മൂസയും പൊയ്ക്കോ. ഈ ഗെയിം നമ്മൾ തീർച്ചയായും ജയിക്കണം. ഓടിക്കോ. ഇവൻ എങ്ങോട്ടേ പോകുന്നത്? അറിയാതെ കൂട് തുറന്നപ്പോൾ കിളി പറന്നു. ഇത് മാരത്തോൺ അല്ല, കൊക്ക ആണെന്നുള്ള കാര്യം കറുത്ത മറന്നു. അടികൈ. അവനെ മറന്നേക്ക്. ആ വട്ടൻ ഇനി തിരിച്ചു വരികയില്ല. ഈ വടി പിടിച്ച് പൊക്കുന്ന എന്റെ ഒരു ഹോബിയാണ്. ഈ തോത്താറാമിനെ പിടിക്കുന്നതിനേക്കാളും എളുപ്പമാണ് ഒളിമ്പിക്സിൽ ഗോൾഡ് വാങ്ങുന്നത്. വരൂ 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 വരൂ. ചിങ്ങം പിറന്നാൽ ഓണം വരുന്നതാണ്. കിറ്റിയുടെ ടീമിൽ അടുത്ത ഡിഫൻഡർ വരികയാണ്. അടികൈ. മണ്ടന്മാർ ഒരിക്കലും ജയിക്കുകയുമില്ല. ജയിക്കണമെന്ന് വിചാരിച്ചാൽ ഒരിക്കലും തോൽക്കുകയുമില്ല. അടികൈ. Both of you out. കഴുതേ, നീ എന്നെ ഔട്ട് ചെയ്തു അല്ലേ? സോറി സണ്ണി. ബണ്ണി, നമ്മൾ ഔട്ടാവാൻ പാടില്ല. ഞാൻ ഔട്ടാവുകയില്ല.
എന്റെ ഹസ്ബൻഡ് ബോക്സറാണ്. രാവിലെ തന്നെ എന്റെ തുണികൾ ഞാൻ അലക്കി. ഇവരുടെ 3 പേരുടെയും കളികൾ കലക്കി. അടികൈ. എന്റെ കുട്ടികളെ, എന്നെ ഔട്ടാക്കാൻ നോക്കാണോ? എന്റെ ഹസ്ബൻഡ് ബോക്സറാ. വിഷമിക്കേണ്ട കിറ്റി, നമ്മളെ ജയിക്കൂ. ഇനിയും 15 മിനിറ്റ് ഉണ്ട്. ആകാശത്തിലൂടെ വിമാനം പറക്കുന്നു. നമ്മുടെ കിറ്റിയുടെ ടീം ജയിച്ചിരിക്കുന്നു. അടിക്കായി. അടിക്ക് അടിക്ക്. എന്ത് പറ്റി എന്റെ ചാമ്പ്യൻ? അവസാനം ലൂസേഴ്സ് തന്നെയാണ് ജയിച്ചത്. തോൽക്കുന്നവനെ കൊണ്ട് വലിയ ജയം ജയിക്കാനാവൂ. സംശയമുണ്ടോ? ബണ്ണി, നീ അടിപൊളിയായിട്ട് കളിച്ചു. നീ കാരണമാണ് ഇന്ന് നമ്മൾ ജയിച്ചത്. പാസ് ചെയ്യേ, ഷൂട്ട് ചെയ്യേ, പിടിക്കേ. ആ പാസ് ചെയ്യേ. എടാ എടാ എന്താ ചെയ്യുന്നേ? സൂക്ഷിച്ച് വേഗം ഇങ്ങോട്ട് അടിക്കേ, ഞാൻ നോക്കിക്കോളാം. എടാ എടാ എന്താ ചെയ്യുന്നേ? ഒന്ന് സൂക്ഷിച്ചേ. ആരാ ഇത്? ഇവളുടെ പേര് ലൂസി. നമ്മുടെ ഏരിയയിൽ പുതുതായിട്ട് താമസിക്കാൻ വന്നിരിക്കുകയാണ്. കൂട്ടുകാരെ കാണാൻ ഞാനാ ഇങ്ങോട്ട് ക്ഷണിച്ചത്. നീ ചെയ്തത് നല്ല കാര്യം തന്നെയാ. ഹായ് ലൂസി. ഹായ്. ഹലോ, ഞാൻ ജോർദാറാണ്. സോർദാർ എന്ന പേര് പോലെ തന്നെ നീയും ഹാൻസം തന്നെയാ. ഓ, ക്യൂട്ടുമാണ്. താങ്ക് യു. പക്ഷെ എനിക്ക് മാച്ചോ ഇഷ്ടം. ഞാനാണ് മാച്ചു. കണ്ടല്ലോ എന്റെ പേഴ്സണാലിറ്റി. നൈസ് ടു മീറ്റ് യു. ബൈ. അവളെ കണ്ടതും ഇവന്റെ അവസ്ഥ നിങ്ങൾ കണ്ടോ? ജോർദാർ തിരിച്ചു വാ. എത്ര സുന്ദരിയാണ്. എനിക്ക് ലൂസിയോട് ഫ്രണ്ട്ഷിപ്പ് ആകണം. എന്നാ പോയിട്ട് അവിടെ ഐസ്ക്രീം കഴിക്കാനായിട്ട് വിളിക്ക. ചെപ്പയ്ക്ക് കിട്ടിയാലോ? വട്ടോണോ നിങ്ങക്ക്? അവളെ തല്ലും. വാ നമുക്ക് കളിക്കാം. ഹായ്. ഹായ്. ഓ, എന്ത് പറ്റി സോർദാർ? അത് പിന്നെ ഞാൻ എന്താന്ന് വെച്ചാൽ അത് നിന്നോട് എനിക്ക് ഞാൻ പോയി. ഞാൻ പോയി നോക്കിയതാ, പക്ഷെ പ്രതീക്ഷിച്ച പോലെ നടന്നില്ല. ഞാനും പോയതാ, പക്ഷെ അവിടെ ഉള്ളവരെന്നെ കണ്ടെത്തി. ബോസ് നമ്മുടെ ഏരിയയിലെ പുതിയ ആളെന്നാ തോന്നുന്നത്. വാ, എന്തായാലും പോയി നോക്കാം. ഇവിടെ പുതിയ ആളാണെന്ന് തോന്നുന്നു. അതെ, അതിനെന്താ?
അതെ, ആരോടാ സംസാരിക്കുന്നെന്ന് നിനക്ക് അറിയില്ലെന്ന് തോന്നുന്നു. ലൂസി, ഞാനിതാ എത്തിപ്പോയി. ഹായ് സാർ, അങ്ങ് ലൂസിക്ക് ഒരു ഉപദ്രവവും കൊടുക്കരുത്. സാറെന്നോ? നീ എന്തായി വിളിച്ചത്? ഹ, ഈ വൃത്തികെട്ടവന്മാരെ സാറെന്ന് വിളിക്കാൻ നിനക്ക് നാണമല്ലേ? വിളിച്ചോണ്ട് പോടാ ഇവിടെ. ലൂസി, ജോർദാറിനെ കൊണ്ട് കഴിയില്ല, പക്ഷെ എന്നെ കൊണ്ട് കഴിയും. ഓടിക്കോ. അവർ പോയി. ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടുചെന്നാക്കാം. ആര്? നീയോ? വെറുതെ കോമഡി പറയില്ലേ ജോർദാർ. നീ വാ ലൂസി. വൃത്തികെട്ട പേടിത്തൊണ്ടൻ. പോകാൻ സണ്ണി. ഓക്കേ. എനിക്ക് ലൂസിയുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ആകണം. എന്നാൽ ആയിക്കോ. പക്ഷെ എങ്ങനെ? അവൾക്ക് എന്നോട് ഒരു ബഹുമാനവും ഇല്ല. നിനക്ക് ഫ്രണ്ട്ഷിപ്പ് ആക്കണോ അതോ നിന്നെ ബഹുമാനിക്കണോ? എടാ, അവളെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് പുറത്തോട്ട് ശബ്ദം വരുന്നില്ല. ഒന്ന് നോക്കിയാൽ എന്റെ കൈയും കാലും വിറയ്ക്കുന്നു. എടാ, നിന്നെ കുറച്ചുകൂടെ സ്മാർട്ട് ആക്കി എടുക്കണം. സംശയമുണ്ടോ? പക്ഷെ എങ്ങനെ? ആരാ എന്നെ സ്മാർട്ട് ആക്കുക? പേഴ്സണാലിറ്റി മേക്കർ പ്രൊഫസർ അഫ്ലത്തൂൻ. അഫ്ലത്തൂൻ? ഞാൻ അദ്ദേഹമായിട്ട് സംസാരിച്ചു കഴിഞ്ഞു. വേഗം ബെല്ലടിക്ക. വരണം വരണം, വെൽക്കം. അങ്ങ് ഡോർബെൽ ഉടൻ തന്നെ ശരിയാക്കണം. സംശയമുണ്ടോ? അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. കറണ്ട് അടി കിട്ടുമ്പോ കിട്ടുന്ന ആള് നിലവിളിക്കും. അപ്പൊ ഇവിടെ ആരോ വന്നിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലാവും. ആട്ടെ, ഇതിൽ ആരാണ് സോർദാർ? ഞാനാ. കഥ ഉടൻ തന്നെ അടച്ചേക്കൂ. നീ എന്താടാ ഈ കാണിച്ചത്? എല്ലാവരും അകത്തേക്ക് വന്നതിന് ശേഷമാണ് കഥ കിടക്കേണ്ടത്. വരൂ, അകത്തേക്ക് വരൂ. ഇനി കഥ കിടച്ചേക്കൂ. നീ വേണ്ട സോർദാർ. ഹാൻഡിൽ കറക്കി ഉടൻ തന്നെ ലോക്ക് ചെയ്തേക്കൂ. സ്മാർട്ട് ആകാനുള്ള ആദ്യത്തെ ലെസൺ അലേർട്ട് ആയിരിക്കണം. അപ്പൊ നിനക്ക് ലൂസിയായിട്ട് ഫ്രണ്ട്ഷിപ്പ് ആകണം അല്ലേ? അതെ സാർ. സംശയമുണ്ടോ? ലൂസിയെ കാണുമ്പോ ഇവൻ വല്ലാതെ നെർവസ് ആവുകയാണ്. ശബ്ദം പോലും പുറത്തേക്ക് വരുന്നില്ല. ഓക്കെ, ലെസൺ നമ്പർ 2. നിന്നിൽ നിനക്ക് വിശ്വാസം ഉണ്ടായിരിക്കണം. എന്റെ 6 ദിവസത്തെ മേക്ക് ഓവർ കോഴ്സ് ചെയ്താൽ എല്ലാം ശരിയായിക്കോളും. സ്റ്റാർട്ട് വിത്ത് ഡാൻസ്. ഡാൻസ്. പുഷപ്പ് അടിക്കാനല്ല പറഞ്ഞത്, ഡാൻസ് ചെയ്യാനാ പറഞ്ഞേ. അല്ല കുട്ടി, അങ്ങനെയല്ല, ഇങ്ങനെയാ. Wow. കണ്ടോ, ഇപ്പോഴെങ്കിലും മനസ്സിലായോ മായാജാലം? മോന്തക്കിടിയിട്ട് താഴെ വീഴുന്നതിൽ എന്തു മായാജാല? എടാ, പ്രൊഫസർ സാർ പറഞ്ഞത് അദ്ദേഹത്തിന്റെ അല്ല, ജോർദാറിന്റെ മാറ്റത്തെ കുറിച്ചാ. സംശയമുണ്ടോ? അതെ കുട്ടി,
ഉടനെ തന്നെ ഒരു പാർട്ടി അറേഞ്ച് ചെയ്യൂ. അതിലേക്ക് ലൂസിയെ ഇൻവൈറ്റ് ചെയ്യൂ. ഓക്കെ സർ. വെൽക്കം. എനിക്ക് വേണ്ടിയായിരുന്നോ? How sweet. ഇന്ന് എന്താണ് സ്പെഷ്യൽ? എന്തിനാ ഈ പാർട്ടി? കൂട്ടുകാരെ കാണണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാ അതിനായി സ്പെഷ്യൽ ഡേക്ക് കാത്തിരിക്കേണ്ട ആവശ്യമുണ്ടോ? പ്ലീസ് കം. ഹായ് കിറ്റി. ലെറ്റ്സ് ഡാൻസ് കിറ്റി. പാർട്ടി ഓവർ. പാർട്ടി നിർത്താൻ നീ ആരാടാ? നിനക്കെന്താടാ ഇതുവരെ കിട്ടിയതൊന്നും പോരെ? ഞങ്ങളുടെ തല്ലിയ സണ്ണിയുടെ അവസ്ഥ കണ്ടല്ലോ. ഹായ് ലൂസി, സുഖമാണോ? എന്നോട് സുഖവിശേഷം ഒന്നും ചോദിക്കില്ലേ? അത് ശരി, കോമാളി ഇപ്പൊ ഹീറോ ആയിട്ട് മാറിയോ? വരൂ, പാർട്ടിക്ക് വേണ്ടി വന്നിരിക്കുകയല്ലേ, നമുക്ക് എന്തായാലും ഡാൻസ് കളിക്കാം. മ്യൂസിക്. ചേട്ടൻ കൈ ഇങ്ങോട്ട് തരൂ, നമുക്ക് ഡാൻസ് കളിക്കാം. ഓടിക്കോ. അതെ മക്കളെ, എന്തിനാ അവരെ പോയി ഡിസ്റ്റർബ് ചെയ്യുന്നത്? അവര് ഡാൻസ് കളിക്കുകയല്ലേ. എങ്ങോട്ടാ ഈ പോകുന്നത്? ലൂസിക്കൊരു ബൈ പറഞ്ഞിട്ട് പൊയ്ക്കോ. അടിപൊളിയായിട്ടുണ്ട് സോർദാർ. ഐ ആം സോറി, ഞാൻ അറിയാതെ നിന്നെ ഒരുപാട് തെറ്റിദ്ധരിച്ചു. നീയാണ് യഥാർത്ഥ ഹീറോ. എടാ, ഇത് സോർദാർ അല്ല, ഹീറോയാണ്, ഹീറോ. അപ്പൊ സോർദാർ എവിടെ പോയത്? എടാ സോർദാർ തന്നെയാ, പക്ഷെ ഇപ്പൊ ഹീറോ. സംശയമുണ്ടോ? ഒരു ഒരു സംശയമില്ല. ഇനി നമ്മൾ ഫ്രണ്ട്സ്. എന്തിനായിരിക്കും രാജാവ് പെട്ടെന്ന് വന്ന മുഖം കാണിക്കാൻ പറഞ്ഞത്? എന്താണെന്ന് പോയി നോക്കാം മാഡം. ആരെയും വിടില്ല, ഞാൻ ആരെയും വിടില്ല, ആരെയും ഞാൻ വിടുകയില്ല. പക്ഷേ ഇത് അങ്ങയുടെ ദർബാറാണല്ലോ, പിന്നെ എന്തുകൊണ്ടാ ഇയാളെ വിടാത്തത്? ഞാൻ ഇദ്ദേഹത്തിന്റെ അല്ല, ശത്രുവിന്റെ കാര്യമാണ് പറഞ്ഞത്. അയൽ രാജ്യത്തെ രാജാവ് ഞങ്ങളുടെ രാജ്യ അതിർത്തിയിൽ ആക്രമിക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തിയിരിക്കുകയാണ്. അതിർത്തിയുമായിട്ടല്ലേ ആക്രമിക്കുന്നത്? അതിന് നിങ്ങൾക്ക് എന്താ പ്രശ്നം? എടാ മരമണ്ടനായ മഞ്ഞപ്പൂച്ചെ, ആക്രമിക്കാൻ പോകുന്നത് ഞങ്ങളെയാണ്. യുദ്ധത്തിന് ഞങ്ങൾ തയ്യാറാണ്. മഹാരാജാവേ, മഹാരാജാവേ, കൊണ്ടുപോയി. അയൽ രാജ്യത്തെ രാജാവ് നമ്മുടെ രാജകുമാരെ തട്ടിക്കൊണ്ടു പോയിരിക്കുകയാണ്. സേനയെ തയ്യാറാക്കൂ, നമുക്ക് ഉടനെ ആക്രമിക്കാം. വേണ്ട മഹാരാജാവേ, അങ്ങ് ആക്രമണം തുടങ്ങിയ രാജകുമാരിയുടെ ജീവൻ തന്നെ ആപത്തിലാകും. ശത്രുവിനെ കണ്ട് പേടിക്കണോ? എന്റെ രക്തം തിളയ്ക്കുകയാണ്. ഒരുപാട് തിളയ്ക്കുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം എടുത്ത് അങ്ങ് ഒഴിച്ചാൽ മതി, അങ്ങ് തണുത്തോളും. സംശയമുണ്ടോ? എന്റെ മകളിപ്പോൾ അവരുടെ കൈകളിലാണ്. ഞങ്ങൾ പോയി രക്ഷിക്കാം. നമ്മൾ രക്ഷിക്കുമെന്നോ? അതെ, നമ്മൾ ശത്രുപാളയത്തിലേക്ക് പോയി രാജകുമാരിയെ എങ്ങനെയെങ്കിലും രക്ഷിച്ചു കൊണ്ടുവരണം. നിങ്ങളെ കൊണ്ട് അതിന് സാധിക്കുമോ? സംശയമുണ്ടോ? ഞങ്ങൾ കടലിനകത്ത് മുങ്ങി മുത്തെടുക്കുന്നവരാണ്. മുത്തപ്പഴ കടലിനകത്ത് വീണത്? ഇനി ഏതെങ്കിലും സ്രാവ് വന്നാ മുത്ത് വിഴുങ്ങോ? എടാ, നിന്റെ തലയ്ക്കകത്ത് എന്താടാ ഉള്ളത്? കടലിനടിയിലാടാ മുത്തെന്നുള്ള സാധനമുള്ളത്. അതെടുക്കണമെങ്കിൽ നമ്മൾ കടലിനടി പോകണം. അപ്പൊ മുത്തിനകത്താണോ രാജകുമാരി ഉള്ളത്?
ഞാനും ഇവരോടൊപ്പം പോകാം. എന്റെ രക്തം തിളയ്ക്കുകയാണ്. എന്റെ കണ്ണും പടപടാന്ന് അടിക്കുകയാണ്. ഇവനൊരു 8ന്റെ പണി കൊടുക്കണം. ഇവൻ വളരെ ശക്തനാണ്. ഇവനെ കൂടെ കൂട്ടിക്കൊള്ളൂ. നിങ്ങൾ എല്ലാവരും സൂക്ഷിക്കണം, കേട്ടല്ലോ. ഇനി എന്റെ കൂടെ ഗുസ്തി കൂടാനായിട്ട് ഏതെങ്കിലും മൈക്കിൾ ലാൽമാരുണ്ടോ? എന്റെ രക്തം തിളയ്ക്കുകയാണ്. നീ ഒന്ന് അടങ്ങിയിരിക്കുന്നതാണ് നിനക്ക് നല്ലത്. ആവശ്യമില്ലാതെ മണ്ടത്തരം കാണിച്ച അവസാനം നമ്മൾ എല്ലാവരും അവന്റെ കയ്യിൽ കുടുങ്ങും. സംശയമുണ്ടോ? മത്സരിക്കാൻ ഏതെങ്കിലും മൈക്കിൾ ലാൽ ഉണ്ടോന്ന് അങ്ങേര് ചോദിച്ചത്. നിങ്ങളുടെ പേര് മൈക്കിൾ അല്ലല്ലോ, പിന്നെന്താ അവിടെ നിൽക്കുന്നത്? വരും. ഹണി ഓടിക്കോ. അവന്മാരെ പിടിക്കാ. നീ അതിലേ പോ, നീ ഇതിലേ പോ. ബാക്കിയുള്ളവർ എന്റെ കൂടെ വാ. എന്റെ അമ്മച്ചി എന്നെ ആര് രക്ഷിക്കും? പണിയെ പിടിക്കുന്നത് ഡിഫിക്കൽട്ട് അല്ല, ഇമ്പോസിബിൾ ആണ്. രാജകുമാരി ഇവിടെയുണ്ട്. എന്നെ നിങ്ങളെ കൊണ്ട് പിടിക്കാൻ കഴിയില്ല. പൊള്ളി, അടിയിൽ പൊള്ളി, കരിഞ്ഞു. ജീവനെ രക്ഷിക്കണമെങ്കിൽ ആകാശത്തൂടെ പറക്കാൻ പഠിക്കണം. ഉടനെ തന്നെ അമ്പെയ്യോ, ആക്രമിക്കൂ. എന്താണ് കാണിക്കുന്നത്? അവൻ രക്ഷപ്പെട്ട് ഓടിയില്ലേ? കയ്യിൽ കിട്ടിയെങ്കിൽ വറുത്തെടുത്തേനെ. വേഗം വാ, ആ വഴിയെ പോകാം. ഇത് വല്ലാത്ത അപകടം പിടിച്ച വഴിയാണ്. സംശയമുണ്ടോ? വേഗം വാ, രാജകുമാരി ഉടൻ തന്നെ അന്വേഷിച്ച് കണ്ടെത്തണം. ഞാൻ കണ്ടെത്തി കഴിഞ്ഞു. രാജകുമാരി ശത്രു രാജാവിന്റെ അടുത്ത ടെന്റിലാണുള്ളത്. എങ്കി വാ, എന്റെ രക്തം തിളയ്ക്കുകയാണ്. രാജകുമാരിയെ രക്ഷിക്കണം. കണ്ടല്ലോ എത്ര പേരാ അവിടെ ഉള്ളതെന്ന്. രാജകുമാരിയുടെ അടുത്തെങ്ങാനും നമ്മളെ കണ്ടാൽ ഇവരുടെ രക്തവും വല്ലാതെ അങ്ങ് തിളയ്ക്കും. പിന്നെ നമ്മുടെ കാര്യം എന്താവുമെന്ന് ഒന്ന് ആലോചിച്ച് നോക്ക്. പോപ്പട്ട് പറഞ്ഞതാണ് ശരി. ഈ കാര്യം നമ്മൾ രാത്രി ചെയ്യുന്നതായിരിക്കും നല്ലത്. അതെ. നിൽക്ക്, ഇവിടെ 4 പേരുണ്ട്. ഇവരുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. നിങ്ങള് അകത്തേക്ക് പോയിക്കോളൂ.
രാജകുമാരി ഈ കൂടാരത്തിൽ ഉണ്ടെന്നാ തോന്നുന്നത്. മുകളിൽ പോയി നോക്ക. ഇത് കഴിക്കൂ രാജകുമാരി. എനിക്ക് ആഹാരൊന്നും വേണ്ട. അതെനിക്ക് തന്നോളൂ, വല്ലാതെ വിശക്കുന്നു. ഹണി ബന്നി സോർദാർ പോപ്പട്ട്, നിങ്ങൾ എങ്ങനെ ഇവിടെ? ശത്രുക്കൾ. രാജകുമാരിയുടെ കെട്ടുകൾ അഴിക്കാൻ. എന്തായി കാണിക്കുന്നേ? ഇവള് എന്നെ കടിച്ചു. രാജകുമാരിയുടെ കൂടാരത്തിനകത്ത് ശത്രുക്കൾ നുഴഞ്ഞു. പിടിക്കൂ. ഇനി ഇവിടെ രക്ഷപ്പെട്ടു പോകാൻ കഴിയില്ല. നിങ്ങൾ വേഗം രാജകുമാരിയെ കൊണ്ട് ഇവിടുന്ന് പോയിക്കോളൂ. ആ കുതിരവണ്ടിയിൽ കയറി രക്ഷപ്പെടാൻ നോക്ക്. വേഗം വരൂ, നമുക്ക് ഇവിടുന്ന് പോകാം. നിന്റെയൊക്കെ കളി ഒരിക്കലും എന്റെ അടുത്ത് നടക്കില്ല. വേഗം വരൂ, രാജകുമാരി രക്ഷപ്പെട്ട കാര്യം എല്ലാവരും അറിഞ്ഞിരിക്കുകയാണ്. നമുക്ക് വേഗം ഇവിടുന്ന് പോകാം. വന്നേക്കൂ. ഐഡിയ. ഈ പടക്കം വെച്ചുകൊണ്ട് ഇവർക്കിട്ട് നല്ലൊരു പണി കൊടുക്കാം. നമ്മുടെ രാജകുമാരി തിരിച്ചെത്തിയിരിക്കുകയാണ്. എല്ലാരും രാജകുമാരിക്ക് സ്വാഗതം ചെയ്യാം. എന്റെ മകൾ. മഹാരാജൻ, ഇപ്പോൾ രാജകുമാരി സുരക്ഷിതയാണ്. അങ്ങേക്കറിയുവോ, ഈ കുട്ടികളാണ് ശത്രുക്കളെ മുഴുവൻ തുരത്തിയത്. അവർ അതിർത്തി വിട്ടോടി. കുട്ടികളെ, ഇത് വളരെ നല്ല ന്യൂസ് തന്നെയാണ്. നിങ്ങൾ വളരെ ധീരന്മാരാണ്. രാജകുമാരിയെ സുരക്ഷിതമായി കൊണ്ടുവന്നല്ലോ. ഇതിൽ സേനാധിപതിയുടെയും പങ്കുണ്ട്. ഞങ്ങൾ വകവരുത്തിയത് സൈനികരെ മാത്രമാണ്. എന്നാൽ ശരിയായ നേരത്തെ ശരിയായ തീരുമാനം എടുത്തത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് രക്ഷപ്പെട്ടു വരാൻ കഴിഞ്ഞത്. സംശയമുണ്ടോ? ഒരു സംശയമില്ല.